മുടക്കുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടന്നു. മനോജ് മൂത്തേടൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുടക്കുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മികവ് പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിന് മാതൃകയായ വ്യക്തികളെ ആദരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അത് 400 കോടിയാകുന്ന തിരിച്ചറിവിലാണ് നിങ്ങൾ സഹകരണ ബാങ്ക് ഉൾപ്പെടെ നിങ്ങൾ ആദരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ആദരവ് കഴിഞ്ഞു വരാൻ പോകുന്നു. MLA അവാർഡ് കഴിഞ്ഞു. ഇപ്പോൾ ബാങ്കിൻ്റെ അവാർഡ് നടക്കുന്നു. റെസിഡൻസ് അസോസിയേഷനിലെ അവാർഡുകൾ നിങ്ങൾക്ക് ലഭ്യമായി. നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് അനുമോദനം ലഭ്യമായി. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുമോദനത്തിനൊരു കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്ന നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളിൽ നാടൊന്നാകെ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നന്നായി പോകാൻ കഴിയുന്ന ഒരു കരുത്തായി ഈ അവാർഡ് ദാന ചടങ്ങ് മാറുന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്തിപ്പിടിച്ച നേട്ടം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും കഠിനമായിട്ടുള്ള ത്യാഗത്തിനുമൊക്കെ റിസൾട്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു ത്യാഗനിർഭരമായ പ്രവർത്തന റിസൾട്ടായി നിങ്ങളുടെ ഈ ഉന്നത നേട്ടം മാറുമ്പോൾ ഇനിയുള്ള ഓരോ പടവുകളിൽ നിങ്ങൾക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്ന നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുന്നതായി മാറണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമാകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ലക്ഷ്യം. ദൈവത്തിൽ എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പഠിപ്പിക്കുന്ന, നല്ലവരായി ജീവിക്കാൻ കഴിയുന്ന, നല്ല മനുഷ്യരാകാൻ കഴിയുന്ന, എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും നന്നായി പെരുമാറാൻ കഴിയുന്ന, നന്നായി എല്ലാവരും ഇടപെടാൻ കഴിയുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി മാറി അവർ പ്രകാശപൂരിതമായിട്ടുള്ളൊരു നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ കഴിയുന്നവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് MLAക്ക് മെമൻറ്റോ മാത്രമാണ് നോക്കി, മെമൻറ്റോ ഒരു പുസ്തകം മാത്രം. പക്ഷേ ബാങ്ക് ക്യാഷ് അവാർഡ് തരികയാണ്. പഞ്ചായത്തിനാണെങ്കിലും മെമൻറ്റോ മാത്രം തരാനുള്ള സംവിധാനമുള്ളൂ. പക്ഷെ ബാങ്കുകൾക്ക് മാത്രമാണ് അതിൽ ക്യാഷ് അവാർഡ് തരാനുള്ള ഒരു അവസരമുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ചെറിയ തുകയാണെന്നുള്ളതല്ല, എത്രയാണെങ്കിലും അതൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് ലഭ്യമായ ഒരു നേട്ടത്തിൽ ഒരു ക്യാഷ് അവാർഡ് അതുപോലെ നിങ്ങൾക്ക് മെമൻറ്റോ ഒക്കെ നൽകി ബാങ്ക് ആദരിക്കുന്നു. നമ്മുടെ കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമാണ്. എല്ലാവർക്കും ഓടിയെത്താൻ കഴിയുന്ന, വേഗത്തിൽ ഓടിയെത്തി ജീവിതത്തിലെ ഒരു ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് നമുക്കെല്ലാം മാതൃക നിൽക്കുമ്പോൾ ബാങ്കിന്റെ നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരു കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. മുൻ MLA എൽദോസ് കുന്നപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമി വർഗീസ്, വൈസ് പ്രസിഡന്റ് AT അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോജ റോയി, KP വർഗീസ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ MG, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ PP അവറാച്ചൻ, ഷാജി കീച്ചേരി, PV ഗോപിനാഥൻ, EP രമേശ്, പോൾ വർഗീസ്, R ശ്രീജിത്ത്, റിനി ബെന്നി, ജിൻസി ബാബു, ശ്രീജ ബിജു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന എൽദോ, പഞ്ചായത്ത് അംഗം ലിജി അനൂപ്, ബാങ്ക് സെക്രട്ടറി ഷിജി പോൾ P, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു PR എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് ആ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഷറും ടെൻഷനും അനുഭവിച്ചിട്ടാണ് അവരുടെ രക്ഷിതാക്കൾ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി പഠിക്കും, രക്ഷിതാക്കളെ ജോലിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവരെ ജോലിയെടുക്കാൻ തന്നെ മക്കളെ പഠിപ്പിക്കുന്നത് ഒരു ജോലിയാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. കാരണം അത്രയധികം പ്രതീക്ഷയാണ് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ രക്ഷിതാക്കളുള്ളത്. എന്റെ മോർക്കുന്ന മാർക്ക് കുറവാണ്. അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ സംഘടന ഇപ്പോൾ തന്നെ ആശംസിക്കും. കാരണം നമ്മുടെ രാഷ്ട്രീയ നടന്ന് അവരുടെ വിദ്യാർത്ഥികൾ എന്തോ സ്ഥലത്ത് നമുക്ക് ചെറുക്കാൻ പറ്റി എന്നാണ് അവർ ചിന്തിക്കുന്നത്. വളരെ ആശംസിക്കും. പക്ഷെ ഇവരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും അത്രയധികം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളൊക്കെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. തിരിച്ചറിവുണ്ടായത് എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി വലിയ വലിയ കേസുകൾ, വലിയ സ്വപ്നങ്ങളാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്തും കാര്യം കഴിയാതെ നമ്മൾ ശക്തമായി അവരൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അവർക്ക് ആ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് തയ്യാറാകണം. നമുക്ക് പണ്ടൊക്കെ പഠിക്കാൻ ചെറിയ ചെറിയ സാമ്പത്തികം മതി. പക്ഷെ ഇപ്പൊ ഓരോ ദിവസവും ലക്ഷക്കണക്കിനുള്ള വഴിയാണ് ഓരോ വസ്തുക്കൾ ഓരോ ദിവസം ചെലവെടുക്കുന്നത്.
വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്യുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സഹകാരികളും പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായി. ഈ മാർക്ക് കുറഞ്ഞു പോയി എന്ന രീതിയിലാരും പരിഭവിക്കേണ്ട കാര്യമില്ല. മാർക്ക് കുറഞ്ഞു പോയി, അയ്യോ അതുകൊണ്ട് തീർന്നോ, എനിക്ക് ഇനി പഠിക്കാൻ പറ്റില്ലേ, കൂടുതൽ മാർക്ക് പഠിക്കുന്നത് ശരി, മാർക്ക് കൂടുതൽ വാങ്ങി എന്നുള്ളതുകൊണ്ട് നാളെ വീണ്ടും മാർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർ കണ്ടല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് താഴെ പോകും. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, ഫുൾ എ പ്ലസ് ടു ഇരുന്നു, ചിലപ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ ചീത്ത കൂട്ടുകാരെ കാണാൻ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ മാർക്ക് താഴെ പോകും. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല സ്ഥലത്തു നിന്ന് കുട്ടികളെ വരിക, പല രീതിയിലുള്ള വേണ്ടാത്ത മോശമായ കാര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കവിടെ വീണ്ടും പോകും. എത്രയോ കുട്ടികൾ എനിക്കറിയാമെന്നറിയാം, ഫുൾ എ പ്ലസ് കിട്ടി 10ാം ക്ലാസ്സിലെ കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ അത്ര മാർക്കില്ല, മാർക്ക് താഴെ പോകുന്നു. അവിടെ ഒന്നും താഴെ പോയിട്ടില്ല, ഇങ്ങോട്ട് നോക്കിയായിരുന്നു. നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല കൂട്ടുകാരെ കണ്ടെത്തുക, നല്ല സ്വഭാവശക്തിയോട് ജീവിക്കുക, നന്നായി മുന്നേറുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഇതിലും പറയുന്നത് എൻ്റെ മക്കളെ പോലെ ഞാൻ നിങ്ങളെ കാണുന്നതുകൊണ്ടാണ്. എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെയാണ് ഞാൻ നിങ്ങളെ കാണുക, നിങ്ങളെല്ലാവരും കാണുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മനസ്സിൽ കനല് കത്തിജ്വലിച്ചു നിന്ന് നിങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് വിജയിച്ചു വന്ന എല്ലാവരെയും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.